ദൈവനാമത്തിന് മഹത്വം. നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ദൈവവചനം ഒരുമിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ മീഖ പ്രവചനത്തിൽ നിന്നായിരുന്നു. 10 ചോദ്യമായിരുന്നു ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പ്രവാചകൻ ആഗ്രഹിച്ച ഫലം ഏതാണ്? ഉത്തരം ഇതാണ്: അത്തിയുടെ തലപ്പഴം. മീഖ 7:1. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: അശ്ശൂരിനെതിരെ എത്ര ഇടയന്മാരെ നിർത്തുമെന്നാണ് മീഖ പ്രവചിച്ചത്? ഉത്തരം 7 ഇടയന്മാരെ. മീഖ 5:5. മൂന്നാമത്തെ ചോദ്യം: പ്രതിഫലം ചോദിക്കുന്നത് ആരാണ്? ഉത്തരം പ്രഭു 7:3. നാലാമത്തെ ചോദ്യം: ഇസ്രയേലിൽ മുഴക്കമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ആൾപ്പെരുപ്പം ഹേതുവായി. 2:12. അഞ്ചാമത്തെ ചോദ്യം: ഭേദമാകാത്ത പരുക്കുള്ളത് ആർക്കാണ്? ഉത്തരം ശമര്യയ്ക്ക്. മീഖ 1:6-9 വാക്യങ്ങൾ. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: കൽക്കുന്നുകളാകുന്നത് എന്തെല്ലാമാണ്? ഉത്തരം ശമര്യയെയും യെരുശലേമിനെയും കൽക്കുന്നുകളാക്കുമെന്നാണ് നാം വായിക്കുന്നത്. മീഖ 1:6, 3:12. ഏഴാമത്തെ ചോദ്യം: ദൈവം ചോദിക്കുന്നത് എന്താണ്? ഉത്തരം മീഖ 6:8 നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ യഹോവ ചോദിക്കുന്നത് ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും. ഇതാണ് ദൈവം ചോദിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: കൂലി വാങ്ങി ഉപദേശിക്കുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്മാർ. 3:11. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ഈ പുസ്തകത്തിലെ ഒരു വാക്യത്തിൻ്റെ അവസാന ഭാഗം മത്തായി സുവിശേഷത്തിൽ ഒരധ്യായത്തിലെ ഒരു വാക്യമാണ്. അത് ഏതാണ്? ഉത്തരം ഇതാണ്: മനുഷ്യൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. മീഖ 7:6. മത്തായി സുവിശേഷം 10:36 നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. നമ്മുടെ 10ാമത്തെ ചോദ്യം ഇതായിരുന്നു: ശ്രേഷ്ഠനായവൻ എന്നെപ്പോലെയാണ്. പഞ്ചഗ്രന്ഥങ്ങളിൽ ഒരു പുസ്തകത്തിൽ എന്നിൽ ഒരത്ഭുതം നടന്നിട്ടുണ്ട്. എന്നിൽ പാർത്തവൻ്റെ അനുഗ്രഹം യോസഫിൻ്റെ തലമേലുണ്ടായിരുന്നു. ഇതിന് ഉത്തരം വരുന്നത് മുൾപ്പടർപ്പാണ്. പുറപ്പാട് പുസ്തകം 3:2-3 വാക്യങ്ങളിൽ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു: അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് ഇരിഞ്ഞു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് ഇരിഞ്ഞു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്താണെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. ഇതാണ് പഞ്ചഗ്രന്ഥങ്ങളിൽ നടന്ന ഒരത്ഭുതം. രണ്ടാമതായി ആവർത്തനം 33:16 നാം ഇങ്ങനെ വായിക്കുന്നു: മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ പ്രസാദം യോസഫിൻ്റെ ശിരസിന്മേലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകമേലും വരുമാറാകട്ടെ. മൂന്നാമതായി മീഖ 7:4. ശ്രേഷ്ഠനായവൻ എന്നെപ്പോലെയാണെന്നുള്ളതിൻ്റെ റെഫറൻസാണ്. അവരിൽ ഉത്തമൻ മുൾപ്പടർപ്പ് പോലെ നീരുള്ളവൻ. ഉത്തമൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. അത് വേറെ വാക്ക് ചോദിച്ചാണ്. ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യം ശരി ഉത്തരം അയച്ച 10 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റീജ ജോൺസൺ. രണ്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ ജോർജ് TG. മൂന്നാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ എലിസബത്ത് സാം. നാലാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ബീന ബോസ്. അഞ്ചാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ റെജിമോൾ. ആറാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ. ഏഴാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ബ്രദർ മനു. എട്ടാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ഡെ. ഒൻപതാമതായി ശരി ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ
റെനി സാമു. 10ാമതായി ശരിയുത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ലിഥി തോമസ്. ഇത്രയും പേരാണ് ശരിയുത്തരം അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ നഹൂം പ്രവചനത്തിൽ നിന്നാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: പടം കൊഴിച്ചു പോകുന്നത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: പടം കൊഴിച്ചു പോകുന്നത് എന്താണ്? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വാടിപ്പോകുന്ന പൂവ് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വാടിപ്പോകുന്ന പൂവ് ഏതാണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ളത് എന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുള്ളത് എന്താണ്? നാലാമത്തെ ചോദ്യം ഇതാണ്: നിദ്രയിലായിരിക്കുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നിദ്രയിലായിരിക്കുന്നത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: നിന്റെ ജനം നിന്റെ നടുവിൽ ആരാകുന്നു? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: നിന്റെ ജനം നിന്റെ നടുവിൽ ആരാകുന്നു? ആറാമത്തെ ചോദ്യം ഇതാണ്: സംഹാരകൻ കയറി വരുമ്പോൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: സംഹാരകൻ കയറി വരുമ്പോൾ ചെയ്യേണ്ടുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏഴാമത്തെ ചോദ്യം ഇതാണ്: ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് ആരാണ്? ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് ആരാണ്? എട്ടാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യന് സാധാരണ പറയുന്ന ഒരു പേരും ചെറിയ ഭിത്തിയും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: മനുഷ്യർക്ക് സാധാരണ പറയുന്ന ഒരു പേരും ചെറിയ ഭിത്തിയും ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: പുരാതനമായ നിനവയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? പുരാതനമായ നിനവയെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? 10ാമത്തെ ചോദ്യം ഇതാണ്: നിസ്സാരൻ ഇനി എന്നിൽ കൂടി കടക്കയില്ല എന്ന് ഉറപ്പാക്കാൻ യഹൂദയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: നിസ്സാരൻ ഇനി നിന്നിൽ കൂടി കടക്കയില്ല എന്നുറപ്പാക്കാൻ യഹൂദയോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത്രയുമാണ് നഹൂം പ്രവചനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ കാണും വരെയും കർത്താവിൻ്റെ ചെറുകടിയിൽ നമ്മെ ഒരുമിച്ച് മറയ്ക്കുമാറാകട്ടെ. ആമേൻ.